അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഏത്? സുഖവും സുരക്ഷിതത്വവും. ഈ സുഖവും സുരക്ഷിതത്വവും അന്വേഷിച്ചുകൊണ്ടാണ് ഈ ലോകം ഇത്ര ഇവോൾവ് ചെയ്തിരിക്കുന്നത്. സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്ത്, ആണോ? ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വശത്ത് സുഖവും വേണം, സുരക്ഷ. അല്ലാതെ ഫ്ലാറ്റ് ആവാൻ വേണ്ടിയിട്ടല്ലാതെ, ആണോ? നിങ്ങൾ ഫ്ലാറ്റുകളൊക്കെ പണിതിരിക്കുന്നത് അവസാനം ഫ്ലാറ്റ് ആവില്ല, വേറെ കാര്യം. അപ്പോൾ ഇതിനാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കണമെങ്കിൽ ഈ സുരക്ഷിതത്വവും സുഖവും തരാൻ പറയുന്നു ആർക്കേ സാധിക്കുള്ളൂ? സുഖം നമ്മൾ ധരിക്കുന്നത് എനിക്ക് എൻ്റെ, ശ്രദ്ധിക്കണേ, നമ്മുടെ സുഖത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എൻ്റെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ എനിക്ക് സുഖമുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. എന്ത്? എൻ്റെ മനസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിലാണ് സുഖം എന്നല്ല നമ്മൾ പഠിക്കുന്നത്. ഫുൾഫിൽമെൻറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഈസ് ഹാപ്പിനെസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ആ ഡെഫിനിഷൻ മാറ്റണം. എന്താക്കണം? ഇൻവോൾവ്മെൻറ്റ് മേക്സ് മീ മോർ ഹാപ്പി എന്നാക്കണം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാം. ഓഫീസിൽ സ്ട്രെസ് ഉണ്ടോ? നിങ്ങൾ ഇൻവോൾവ് അല്ല എന്നർത്ഥം. സംവെയർ യുവർ മൈൻഡ് ഈസ് ഗോയിങ് സംവെയർ. യുവർ മൈൻഡ് ഈസ് നോട്ട് കോപ്പറേറ്റിംഗ്. ദോ യുവർ ഇൻ്റലക്ച്വൽ മൈൻഡ് ഈസ് വിത്ത് യുവർ വർക്ക്, യുവർ ഇമോഷണൽ മൈൻഡ് ഈസ് ഡ്രാഗിങ് യു സംവെയർ. അതുകൊണ്ടാണ് ഒരേ വർക്ക് കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് വരുന്നത്. കാരണം കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യില്ല. മനസ്സിലാവുണ്ടല്ലോ? ഒരേ കാര്യം നമ്മൾ കുറേ കഴിഞ്ഞാൽ അത് ബോറടിക്കുന്നത്. കാരണം ഇൻവോൾവ്മെൻ്റ് ഇല്ല അത് ചെയ്യുമ്പോഴാണ്. നേരെ മറിച്ച് ഇൻവോൾവ്മെൻറ്റോടുകൂടി ചെയ്യും തോറുണ്ടല്ലോ അതിനോടുള്ള പാഷൻ നിങ്ങൾക്ക് ഡെയിലി കൂടി വരും. ഇപ്പം എൻ്റെയൊക്കെ അനുഭവം പറയുകയാണ്, ഈ ഭാഗവതം പറയുമ്പോൾ നമുക്ക് മടുപ്പില്ല, മുഷിപ്പില്ല. കാരണം അതിൽ ടോട്ടലി ഇൻവോൾവ് ചെയ്യും തോറും അതിൽ നിന്ന് പുതിയ നോളജുകൾ ഇങ്ങനെ വരുന്നു എന്ന് മാത്രമല്ല, നമ്മളതിൽ കൂടുതൽ രസം, ഉപനിഷത്തിൽ പറയും രസം ലദ്വാ ആനന്ദീ ഭവതി. ഈ രസം പിടികിട്ടിക്കഴിഞ്ഞാൽ ആനന്ദം കൂടി വരും എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇൻവോൾവ്മെൻറ്റിലാണ് സുഖം എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഒരു യുട്ടോപ്യൻ തിയറി അല്ല എന്നർത്ഥം. ഒരു ബ്ലൈൻഡായിട്ടുള്ള എഴുതി വെച്ചത് പറഞ്ഞു തരില്ല, സ്വന്തം അനുഭവമാണത്. നിങ്ങൾക്ക് സന്തോഷം കൂട്ടണോ? അപ്പോൾ ഫുൾഫിൽമെൻ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഡെഫിനിഷൻ മാറ്റി ഇൻവോൾവ്മെൻറ്റ്. അപ്പം നിങ്ങൾ പ്രതീക്ഷകൾ കുറയും തോറും നിങ്ങളുടെ ഡിപ്പെൻഡൻസി കുറഞ്ഞു വരും. മനസ്സിലാവുണ്ടല്ലോ? അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ സുഖത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഡിപ്പെൻഡൻസി ഉണ്ട്, നിങ്ങളുടെ സ്ലേവറി ഉണ്ട്. നിങ്ങളൊരു സ്ലേവാണ്, നിങ്ങൾ അറിയുന്നില്ല. ആർ യു ഫോളോയിങ് ദാറ്റ്? ഇതുപോലെ തന്നെയാണ് സുരക്ഷിതത്വവും. സുരക്ഷിതത്വം നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ ഡെഫിനിഷൻ എന്താ വെച്ചാൽ, whom I love, they should be always with me എന്നുള്ളതാണ്. ഒരിക്കലും പ്രകൃതി അതുപോലെയല്ല നമ്മളെ സുരക്ഷിതരാക്കേണ്ടത്. അപ്പം അതിന് പകരം നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ് സുരക്ഷിതത്വം എന്ന് മനസ്സിനെ പഠിപ്പിക്കണം. മനസ്സിനോട് പറയണം, യു ഹാവ് നോ ഡെത്ത് ആൻഡ് യു ഹാവ് നോ ബർത്ത്. ദർ ഈസ് നോ ഡെത്ത് ഫോർ യു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? യു ഹാവ് നോ ഡെത്ത്, യു ഹാവ് നോ, യു ആർ അപ്പിയറിംഗ് ആൻഡ് disappearing. From where you appearing, where you are disappearing, understand within you or behind you there is an infinite Paramatma. You are the part of that. മനസ്സിലാവുണ്ടല്ലോ? നമ്മളൊരു വേവിനോട് പറയാണ്, കടലിൽ പോയി ഒരു വേവിനെ നോക്കിക്കൊണ്ട് പറയാണ്, you have no death, you just appeared from the ocean and behind you there is an infinite water, infinite ocean. ഇതുപോലെ നമുക്ക് നമ്മളോട് പറയാൻ സാധിക്കണം, oh mind, you have no death and there is an infinite consciousness or Paramatma with you, behind you എന്ന് നമ്മളിങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ നിങ്ങൾ നാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫിയറിൻ്റെ ലെവൽ കുറഞ്ഞു വരും. ഭഗവാൻ പറയുന്നു, ഇതെല്ലാം എന്നിൽ നിന്നും പ്രകടമായവരാണ്. മദ്ഭാവ മനവോ മനസാജാത, ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ജാതമാണ്. ഈ മനസ്സിൽ നിന്ന് ജാതമാണെന്ന് ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കൂ. ഈ ക്രിയേറ്റർ എന്നുള്ള കൺസെപ്റ്റ് കൃഷ്ണൻ ഡിനൈ ചെയ്തിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്, ഇറ്റ് ഈസ് മാനിഫെസ്റ്റിംഗ്. ഈ വാക്ക് നിങ്ങൾ പഠിക്കണേ, അപ്പിയറൻസ്. അപ്പം ശ്രദ്ധിക്കണേ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. വാട്ട് ഈസ് ഹിസ് മൈൻഡ്? ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഫിനിറ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്, ബട്ട് ഡോമിനേറ്റഡ് ബൈ ഇമോഷണൽ, intellectual
ഈഗോ തോട്ട്സ്. ആർ യു ഫോളോയിങ് ദാറ്റ്? ഇതാണ് നമ്മുടെ മനസ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why this mind is coming from infinite consciousness? Why this mind is appearing from infinite consciousness? Ananda uttaram, that is the potential power ആണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പൊട്ടൻഷ്യൽ പവറാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ആവാനുള്ള, പറയൂ, കഴിവ് അതിൽ ഇൻബിൽറ്റ് ആയുണ്ട്. സെൽഫ് എക്സിസ്റ്റിംഗ് ആണ്. ആർ യു ഫോളോയിങ് ദാറ്റ്? ഒരേ പരമാത്മാവിന് പല മനസ്സുകളാവാനുള്ള പല കഴിവുണ്ട്. നിങ്ങളുടെ മനസ്സിന് പലതും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതെൻ്റെ പൊട്ടൻഷ്യലാണ്. നിങ്ങൾക്ക് എന്തും ഭാവന ചെയ്യാം. ഇന്നതേ ഭാവന ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, എന്തും ഭാവന ചെയ്യാം. അപ്പം അങ്ങനെ മനസ്സിൻ്റെ ഭാവനാശക്തി കൂടുതൽ ഇമോഷണലും ഇൻ്റലക്ച്വലും ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ഫോക്കസിങ് ഓൺ ദ, പറയൂ, ദ വേൾഡ്. ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ ദ റൂട്ട്, ദ കോസ്, ദ സോഴ്സ്. ആർ യു ഫോളോയിങ് ദാറ്റ്? അപ്പം അതുകൊണ്ട് നിങ്ങളെ ആരും സൃഷ്ടിച്ചതല്ല. നിങ്ങൾ, പറയൂ, നിങ്ങൾ എന്നും ഇവിടെ ഉള്ളവരാണ്. സൃഷ്ടാവെന്ന് പറയുന്ന ഒരാൾ ഇല്ല. അപ്പോൾ ഈ സൃഷ്ടാവെന്ന് ദൈവത്തിനെ വിളിക്കുന്നത് 100% തെറ്റാണ്. നിങ്ങൾക്കത് ബോധ്യം വന്നാലുണ്ടല്ലോ, ഈ ജന്മം നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. എന്ന് മാത്രമല്ല, നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ വരുന്നവരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഈസ് ട്രൂത്ത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ മനസ്സിൽ പോയത് കൊണ്ടായിരിക്കും ആളുകൾ കുറേ ഹിന്ദു മതത്തിൽ നിന്നും, ഞാൻ വളരെ സങ്കടം തോന്നാണ്ട്, ഈ ഭഗവത്ഗീത നമ്മുടെ രാജ്യത്തിൽ ഒരു 2000 years മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഓരോ വെസ്റ്റേൺ ആളുകൾക്കും ഇവിടെ വന്ന് കൺവേർഷൻ നടത്താൻ പറ്റില്ലായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് നമ്മളെ കുറേ ആളുകൾ കൺവേർട്ടഡ് ആയി പോയതിൻ്റെ കാരണം അവർക്ക് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് ആരും ഒന്നും അറിയില്ല. നാളെ നിങ്ങളുടെ കുട്ടികൾ കൺവേർട്ടഡ് ആയി പോയില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. മനസ്സിലാവുണ്ടല്ലോ? കാരണം അവർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും അതൊന്നും സംഭവിക്കില്ല സ്വാമി എന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് സംഭവിച്ചില്ലെങ്കിലും അവരുടെ കുട്ടികൾക്ക് സംഭവിക്കും. അവർ നാളെ മറ്റൊരു മതത്തിലൊരാളായിട്ട് ലവ് മാരേജിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും? ആർ യു ഫോളോയിങ് ദാറ്റ്? എത്രയോ നമുക്ക് ആളുകൾ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? കാരണം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. മനസ്സിലാവുണ്ട്? അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ളത്, ഈ ഭഗവത്ഗീത ഞാനും നിങ്ങളും ഒന്ന് പഠിക്കണം. പഠിക്കണം എന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ? എത്ര പേർക്ക് മോഹമുണ്ട്? ശരി. ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പേര് രജിസ്റ്റർ ചെയ്യുക. എത്ര പേര് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? കുറച്ച് പേര്. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഒന്ന് ശ്രീ ഹരിജിയോ, അല്ലെങ്കിൽ ഹരിജി ഒന്ന് എണീറ്റ് നിൽക്കൂ, ഹരിജിയുടെ കയ്യിലോ പേര് കൊടുക്കുക. അല്ലെങ്കിൽ ശ്രീ മുകുന്ദ് ഷെണായ്ജി ഉണ്ട്, ഷെണായ്ജി ഒന്നിങ്ങോട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ ഇതാ ഒരാളും കൂടിയുണ്ട്, ശ്രീ അജിതാജി, ഇവരുടെ കയ്യിലൊന്ന് പേര് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ മുകുന്ദ് ഷെണായ്ജി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അജിതാജി ഒന്ന് എണീറ്റ് നിൽക്കും. അപ്പോൾ ഇവരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഗീത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, യു ആർ സോ ബ്ലെസ്ഡ്. കാരണം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് പോയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളിത് പഠിക്കുന്തോറും നിങ്ങൾക്കും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏവം പരമ്പരാ പ്രോക്തം. ഇതൊരു പരമ്പരയാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു ഗോഡ് ഇല്ല നമ്മളെ രക്ഷിക്കാൻ. നമ്മളെ രക്ഷിക്കേണ്ട ചുമതലയൊക്കെ നമ്മളാണ്. അപ്പം നമ്മുടെ തലമുറകളെയും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ അവർക്കിത് ഇമ്പാർട്ട് ചെയ്താലേ അവർക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. എങ്കിൽ ഇതൊരു പരമ്പരയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ആര് പഠിക്കണം? അതിന് പ്രായം ഒരു പ്രശ്നമല്ല. ആർക്കും ഇത് പഠിക്കാം, എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് പഠിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു മാറ്റം വരും. നിങ്ങൾക്കെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനിതെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് എനിക്കറിയാം എത്രയോ ക്രിസ്ത്യൻസ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ പ്രോഗ്രാം നടത്തുമ്പോൾ എൻ്റെ പ്രോഗ്രാം പലതും ഓർഗനൈസ് ചെയ്യുന്നത് പോലും ക്രിസ്ത്യൻസാണ്.
ഞാൻ അത്ര ഒരു അനുഭവത്തിലാണ് വിളിച്ച് പറയണത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നതാണ് മുഴുവൻ സത്യം. ഇത്രയും കാലം അവരുടെ പോപ്പുമാരും അല്ലെങ്കിൽ ബിഷപ്പുമാരും അവരെ മിസ്ഗൈഡ് ചെയ്യാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇല്ല, ഒരു ദൈവത്തിനെ സൃഷ്ടിച്ച് ആ ദൈവം സൃഷ്ടാവാണെന്നും പറഞ്ഞ് ആ ദൈവത്തിനെ വിശ്വസിക്കണം എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി മിസ്ഗൈഡിങ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവം സൃഷ്ടിക്കാനില്ലെന്നും അങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കേണ്ടതില്ലെന്നും, പക്ഷേ ആ ദൈവത്തിൻ്റെ പറയൂ അംശങ്ങളാണ്, ഭാഗങ്ങളാണ് നമ്മളെന്നും, എവിടെയാണോ മനസ്സിരിക്കുന്നത് അവിടെ തന്നെയാണ് ആ ദൈവം ഇരിക്കുന്നതെന്നും പറയുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഒരു തത്വം അവർ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സ്വർഗവും നരകവും ഒക്കെ ഇരിക്കുന്നത് തൻ്റെ ഉള്ളിൽ തന്നെയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഈ കൺവിക്ഷൻ, ഈ ബോധ്യം, ഇത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങൾ നമ്മളെ പലപ്പോഴും അനുവദിക്കില്ല. കാരണം ആകെയുള്ളൊരു സൺഡേ ഉള്ളൂ. അന്നാണെങ്കിൽ ശണ്ട കൂടേണ്ട ദിവസമാണ്. എന്നുവെച്ചാൽ വീട്ടിൽ ഒരുപാട് ധൃതിയും തിരക്കും ബഹളും, അതിൻ്റെ ഇടയിൽ ഗീത പഠിക്കാൻ പറ്റുമോ? അവിടുന്ന് വീട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ ഞാൻ ഗീത പഠിക്കാൻ പോകുന്നു എന്നുള്ളത്? ഒന്നാമത് നമ്മളെ കളിയാക്കും മറ്റുള്ളവർ. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ഗീതാ പഠനമല്ല, ഇതൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്.